ആരാണ് ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ്? 1942 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ ഭൂരിപക്ഷം സമയങ്ങളും അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈകല്യങ്ങളോട് പടവെട്ടിയാണ് ജീവിച്ചത്. അദ്ദേഹത്തിന് വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് അല്ലെങ്കിൽ ALS എന്ന അസുഖമുള്ളതായി സ്ഥിരീകരിക്കുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖമാണ് ALS. ഇതിലൂടെ അദ്ദേഹത്തിന്റെ മോട്ടോർ ന്യൂറോണുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു. അങ്ങനെ തലച്ചോറിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും മസിലുകൾ എത്തിച്ചേരാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മുൻപിലിരിക്കുന്ന വസ്തു എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ നാനോ സെക്കൻഡിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും ഒരു മെസ്സേജ് മോട്ടോർ ന്യൂറോണുകളുടെ സഹായത്താൽ കയ്യിലുള്ള മസിലുകൾ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ആ വസ്തുവിനെ എടുക്കാൻ സാധ്യമാകുന്നത്. പക്ഷേ ALS രോഗം ബാധിച്ച വ്യക്തിയുടെ മോട്ടോർ ന്യൂറോണുകൾ തകരാറിലാകുന്നതാണ്. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. വളരെ പതിയെയാണ് മോട്ടോർ ന്യൂറോണുകൾ തകരാറിലാകുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും അവ നശിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ നിർജീവമായി നമ്മൾ കിടക്കുന്നതാണ്. 21ാമത്തെ വയസ്സിലാണ് ഡോക്ടർ അദ്ദേഹത്തോട് ഈ അസുഖത്തെക്കുറിച്ച് പറയുന്നത്. ഡോക്ടറിന്റെ വിലയിരുത്തലനുസരിച്ച് അദ്ദേഹത്തിന് ഇനി പരമാവധി 2 വർഷങ്ങൾ കൂടി മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പരമമായ ആഗ്രഹം തിയററ്റിക്കൽ ഫിസിക്സിൽ ഒരു PhD എടുക്കുക എന്നതാണ്. 2 വർഷം കൂടിയേ തന്റെ മുൻപിലുള്ളൂ. ആ 2 വർഷങ്ങൾക്കുള്ളിൽ തനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? ശരിക്കും ആ സമയത്ത് ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്താൻ പോലും അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുൻപിൽ അല്പസമയം മാത്രമാണുള്ളത്. ആ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തണം, അതിൽ റിസർച്ച് ചെയ്യണം, അതിന്റെ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു വരണം. അദ്ദേഹത്തിന് ഒരു വിഷയം കിട്ടി. ആ വിഷയം സമയം തന്നെയാണ്. എന്താണ് സമയം? മരണമടയുന്നതിന് മുൻപ് തന്റെ PhD തീർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ ഡോക്ടർമാരുടെ കണക്കുകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് അദ്ദേഹം PhD സ്വന്തമാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം കുറേയധികം നാൾ ഇവിടെ ജീവിച്ചിരിക്കുകയും ചെയ്തു. പല തിയറികളും തിരുത്തി കുറിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി. 1959 ഒക്ടോബർ മാസം. അന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് 17 വയസ്സാണ് പ്രായം. അപ്പോഴായിരുന്നു അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ BA ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഫിസിക്സ് ആണ് അദ്ദേഹം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തത്. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു ഡിഗ്രി ആയിരുന്നില്ല അദ്ദേഹത്തിൽ നിന്നും ആഗ്രഹിച്ചത്. അദ്ദേഹത്തെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ചെറിയ പ്രായം മുതൽ തന്നെ അദ്ദേഹം പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ തന്നെ വളരെ ഊർജ്ജത്തോടുകൂടി ഓടിക്കളിക്കുകയും ചെയ്തിരുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹം കുഞ്ഞു സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് എല്ലായ്പ്പോഴും പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു ശാസ്ത്രജ്ഞനാവുക എന്നതാണ്. ഓക്സ്ഫോർഡിൽ നിന്ന് ലഭ്യമായ ഫസ്റ്റ് ക്ലാസോടുകൂടിയ BA ഡിഗ്രിക്ക് ശേഷം അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് അദ്ദേഹം കോസ്മോളജിയെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. കോസ്മോളജിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അപ്ലൈഡ് മാത്തമാറ്റിക്സും തിയററ്റിക്കൽ ഫിസിക്സുമായിരുന്നു. അതിൽ തന്നെ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ്. അവിടെ അദ്ദേഹം ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ALSന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമായിരുന്നില്ല. പതിയെ അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ സ്വാധീനശേഷി കുറഞ്ഞു വന്നു. അദ്ദേഹത്തിന് ഒരു കാര്യവും കൃത്യമായി എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. നേരെ ചൊവ്വേ ഒന്നും നടക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ചില സമയങ്ങളിലൊക്കെ നടക്കുന്നതിനിടയിൽ അദ്ദേഹം വേയിച്ചു വീഴാറുമുണ്ടായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനശേഷി ഒന്നൊന്നായി കുറഞ്ഞു വന്നു. ആദ്യം അദ്ദേഹത്തിന്റെ കൈകാലുകൾ പണിമുടക്കി. കൈകാലുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പതിയെ അദ്ദേഹത്തിൽ നിന്നും സംസാരശേഷിയും അകന്നു പോവുകയായിരുന്നു. ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ വിക്കലായിരുന്നു. പിന്നീട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് പൂർണ്ണമായിട്ടും ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആവേശം പകർന്നു നൽകിയത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്നു. അദ്ദേഹത്തിന് എവിടെ പോകണമെങ്കിലും അവർ എടുത്തുകൊണ്ടു പോകുമായിരുന്നു. അദ്ദേഹത്തിനുള്ള ആവശ്യങ്ങളെല്ലാം തന്നെയും അവർ നിറവേറ്റി കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ ഒരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ കിടപ്പിലായി പോകുന്നതാണ്. അപ്പോൾ ചെയ്യാനുള്ള ജോലികളെല്ലാം നമ്മൾ മാറ്റിവെക്കും. പൂർണ്ണമായിട്ടുള്ള വിശ്രമത്തിലേക്ക് കിടക്കുന്നതാണ്. പക്ഷേ ശരീരം പൂർണ്ണമായിട്ടും തളർന്ന അവസ്ഥയിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ നമ്മൾ അതേപടി കിടക്കുകയായിരിക്കും. 2 വർഷങ്ങൾ കൂടിയേ നമുക്ക് ആയുസുള്ളൂ എന്നറിഞ്ഞാലോ? തീർച്ചയായിട്ടും എന്തെങ്കിലും പഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അവസാനിപ്പിക്കുന്നതാണ്. കാരണം ഇത് പഠിച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. തീർച്ചയായും അറിവ് കിട്ടും, പക്ഷേ ആ അറിവ് കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. കാരണം കുറച്ചു നാൾ കൂടി മാത്രമല്ലേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് ചിന്തിച്ചത് നേരെ വിപരീതമായിട്ടാണ്. തനിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നല്ല, മറിച്ച് ലോകത്തിന് എന്തൊക്കെ കൊടുത്തിട്ട് പോകാൻ സാധിക്കുമെന്നാണ്. ശാസ്ത്രലോകത്തിന് തന്നെ കൊണ്ട് സാധിക്കുന്ന സംഭാവനകളെല്ലാം നൽകിയിട്ട് വേണം ഈ ലോകത്തോട് വിട പറയാൻ.
പക്ഷേ അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ മാത്രം അത് നടക്കുകയില്ല. അതിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ജെയിൻ വൈൽഡ് എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അവർക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് സഹതാപമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിയായ ആരാധനയും പ്രണയവുമായിരുന്നു. തന്റെ മുൻപിൽ നിൽക്കുന്നത് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണെന്ന് അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് തന്റെ നിയോഗമാണെന്ന് ജെയിൻ വൈൽഡ് മനസ്സിലാക്കി. അതിലവർ വിജയിക്കുകയും ചെയ്തു. 1965 സ്റ്റീഫൻ ഹോക്കിങ്ങും ജെയിൻ വൈൽഡും വിവാഹിതരാകുന്നത്. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷം 1995 അവർ ഡൈവോഴ്സ് ആവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം നടത്തിയ ചില ഇന്റർവ്യൂകൾ സ്റ്റീഫൻ ഹോക്കിംഗ് ജെയിൻ വൈൽഡിനെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. നിങ്ങളുടെ മുൻപിൽ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ഈ വ്യക്തി ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ജെയിൻ വൈൽഡ് എന്ന ആ സ്ത്രീ തന്നെയാണ്. അവരുടെ സ്നേഹപൂർവ്വമുള്ള പരിചരണങ്ങളാണ്. വിവാഹത്തിന് ശേഷവും അദ്ദേഹം പഠനവും ഗവേഷണവും മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മരണം വരെയും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പഠന മേഖലയിൽ വലിയൊരു വഴിത്തിരിവായി മാറിയത് ഒരു പ്രഭാഷണമായിരുന്നു. റോജർ പെൻറോസ് എന്ന പ്രശസ്ത തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റ് നടത്തിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ തമോഗർത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ച് മുൻപ് തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് വ്യക്തമായത് പെൻറോസിന്റെ ആ ഒരു പ്രഭാഷണത്തിലൂടെയായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് കമ്പ്യൂട്ടർ വൽകൃത വീൽചെയറിന്റെ സഹായത്താലാണ് പിന്നീടുള്ള പഠനങ്ങളൊക്കെ തന്നെയും നടത്തിയത്. സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളെ ചലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. കണ്ണുകളുടെ ആ ചലനം ഉപയോഗിച്ച് അദ്ദേഹം കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കി. അതുപയോഗിച്ചിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയത്. ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുമുണ്ട്. അതിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സംഭാവന തന്നെയാണ്. ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ ബ്ലാക്ക് ഹോളുകളെ ചിത്രീകരിച്ചിരുന്നില്ല. അവയിൽ നിന്നും എന്തെങ്കിലും സിഗ്നലുകൾ വരുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? അതിന് കാരണമായി മാറിയത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ്. അതിൽ നിന്നാണ് ഇത്രയധികം മാസ് ഉള്ള ഒരു സെലസ്റ്റിയൽ ബോഡി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ശരിക്കും അത് മരണമടഞ്ഞ നക്ഷത്രമാണ്. പക്ഷേ സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രമല്ല ബ്ലാക്ക് ഹോളായി മാറിയത്. സൂര്യനേക്കാൾ അതിഭീകരമായ മാസ് ഉള്ള നക്ഷത്രങ്ങളാണ് അവയുടെ അന്ത്യഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നത്. ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് തന്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. ലോകത്തുള്ള എല്ലാ ആളുകളും അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ആസ്വദിച്ചത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ശാസ്ത്രീയ കോൺസെപ്റ്റുകളെ അദ്ദേഹത്തിന് സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി മാറ്റിയത്. ആശയങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി ഗവേഷകർ ഇവിടെയുണ്ട്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സ്റ്റീഫൻ ഹോക്കിംഗ് ആക്കി മാറ്റുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ കണ്ടെത്തിയത് അദ്ദേഹം തന്നെയാണ് എന്നതാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായി ജോലി കിട്ടി. പ്രത്യേകമായി നിർമ്മിച്ച കാറിലായിരുന്നു അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടുള്ള സംസാരശേഷി നഷ്ടമാകുന്നത് അവിടെ വന്നതിന് ശേഷം മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരു പൈപ്പ് കഴുത്തിനോട് ചേർത്ത് പിടിപ്പിക്കുകയായിരുന്നു. ആ പൈപ്പിലൂടെയാണ് പിന്നീട് അദ്ദേഹം ശ്വാസോച്ഛ്വാസം നടത്തിയത്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പുസ്തകം വായിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടമായതിനു ശേഷമാണ് ഈ പുസ്തകം രചിച്ചത്. പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താലായിരുന്നു ഈ പുസ്തക നിർമ്മാണം നടന്നത്. 1979 2009 ഇടയിലുള്ള കാലയളവിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലുക്കാസിയൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. മുൻപ് സർ ഐസക് ന്യൂട്ടന്റെ ജീവിതകഥ പരാമർശിക്കുന്ന വീഡിയോയിൽ നമ്മൾ ലുക്കാസിയൻ പ്രൊഫസറിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ശാസ്ത്ര മേഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയാണ് ലുക്കാസിയൻ പ്രൊഫസർ. രണ്ടാമതായി ലുക്കാസിയൻ പ്രൊഫസറായി മാറിയത് ഐസക് ന്യൂട്ടൻ ആയിരുന്നു. ആദ്യത്തെ ലുക്കാസിയൻ പ്രൊഫസർ ഐസക് ബാരോ ആയിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനമായ ലുക്കാസിയൻ പ്രൊഫസർഷിപ്പ് അലങ്കരിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് 30 വർഷമാണ് സാധ്യമായത്. ശാസ്ത്ര മേഖലയിലുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. കാരണം അത്രയ്ക്കും ബൃഹത്താണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഹോക്കിംഗ് റേഡിയേഷൻ ആണ്.
പിന്നീട് അദ്ദേഹം പെൻറോസുമായിട്ട് ചേർന്ന് പെൻറോസ് ഹോക്കിംഗ് തിയറം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മൈക്രോ ബ്ലാക്ക് ഹോൾ, പ്രിമോഡിയൽ ബ്ലാക്ക് ഹോൾ, ക്രോണോളജി പ്രൊട്ടക്ഷൻ കൺജക്ചർ, സോഫ്റ്റ് ഹെയർ ഓർ നോ ഹെയർ തിയറം, ബെങ്കൻസ്റ്റൈൻ ഹോക്കിംഗ് ഫോർമുല, ഹോക്കിംഗ് എനർജി, ഹോക്കിംഗ് പേജ് ഫേസ് ട്രാൻസിഷൻ, ഗിബ്ബൺസ് ഹോക്കിംഗ് എഫക്റ്റ്, ഗിബ്ബൺസ് ഹോക്കിംഗ് സ്പേസ്, ഗിബ്ബൺ ഹോക്കിംഗ് യോക്ക് ബൗണ്ടറി ടേം, ഹാർട്ട്ലി ഹോക്കിംഗ് സ്റ്റേറ്റ്, അങ്ങനെ ഒരിക്കലും അവസാനിക്കാതെ പോകുന്ന ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ഹോക്കിംഗ് റേഡിയേഷൻ വളരെ പ്രശസ്തമാണ്. അതുവരെ തമോഗർത്തത്തിൽ നിന്നും ഒരു തരത്തിലുള്ള റേഡിയേഷനുകളും വെളിയിലേക്ക് വരില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അതിനെ തിരുത്തി എഴുതിയത്. വെളിയിലേക്ക് റേഡിയേഷനുകൾ എത്തിച്ചേരുന്നുണ്ട്. അതിനെയാണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രേക്ക് ത്രൂ ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്യഗ്രഹ ജീവികളെ തെരഞ്ഞുള്ള പഠനം, ആ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചതും സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെയായിരുന്നു. ശാസ്ത്രമേഖലയിൽ ഇത്രയധികം സംഭാവനകൾ നൽകിയ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് 2018 മാർച്ച് മാസം 14 മരണമടയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വെറും 2 വർഷം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടർമാരെ നാണിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഒരു 50 വർഷക്കാലം കൂടി ജീവിക്കുകയുണ്ടായി. ജീവിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കണ്ടെത്തലുകൾക്ക് കാരണമായി മാറുകയും ചെയ്തു. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളയിൽ. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളയിൽ എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.